പാതയോരങ്ങളിൽ നിന്ന് അനധികൃത ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും ഒഴിവാക്കാൻ ഇനി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ളത് 9 ദിവസങ്ങൾ മാത്രം. ഹൈക്കോടതിയുടെ അന്ത്യശാസനം നടപ്പാക്കാൻ എന്തൊക്കെ നടപടികൾ എടുത്തു? ന്യൂസ് മലയാളം പ്രത്യേകം ചർച്ച. അപകടമീ ഫ്ലെക്സിബിലിറ്റി. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുകയാണ് ന്യൂസ് മലയാളം ടീം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ബിനിൽ ലീല സാബു, കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ, കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് കൃഷ്ണപ്രിയ, തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ, കോഴിക്കോട് ആഷിഖ് റഹ്മാനും, കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരും ഉണ്ടാകും. ഇനിയുള്ള അരമണിക്കൂർ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ്. ലീഗൽ കറസ്പോണ്ടന്റ് ഷബന സിയാദാണ് കൊച്ചിയിൽ നിന്ന്. ഷബന, ഈ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലം എന്താണ്? അതോടൊപ്പം തന്നെ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ. ആതിര, കൃത്യമായി പറഞ്ഞാൽ 2018 സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായി ഈ ഫ്ലെക്സുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പാതയോരങ്ങളിലെ അനധികൃത ഫ്ലെക്സുകൾ, അതുപോലെ ബാനറുകൾ, കൊടിത്തോരണങ്ങൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റണം എന്നതായിരുന്നു 2018 സെപ്റ്റംബറിലെ ഉത്തരവ്. അതിനുശേഷം ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഇതേ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഈ ഉത്തരവുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ് 10 ദിവസത്തിനുള്ളിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ, അനധികൃത ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ ബാനറുകൾ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്നും പിഴ ഈടാക്കും, ഉദ്യോഗസ്ഥർ ഇതിന് ഉത്തരവാദികളായിരിക്കും എന്ന കർശന നിർദ്ദേശം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞാൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഹർജികൾ കോടതിയുടെ മുമ്പിൽ എത്തിയിരുന്നു. നിരവധി ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ ഈ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ബോർഡുകൾ നിരത്തിലൂടെയും പൊതുവഴിയിലൂടെയും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ബോർഡുകൾ വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നു, പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കോടതിയുടെ പരിഗണനയിലെത്തിയത്. ഈ ഹർജി പരിഗണിച്ച് 6 വർഷത്തിന് ശേഷവും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടികളിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. ഏതായാലും 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ രീതിയിൽ ബോർഡുകൾ മാറ്റണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനിടെ കോർപ്പറേഷൻ സെക്രട്ടറിമാരിൽ നിന്നടക്കം പിഴ ഈടാക്കുന്നതിനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. 5000 രൂപ, അതായത് ഒരു ബോർഡ് അനധികൃതമായി സ്ഥാപിച്ചാൽ അത് മാറ്റിയില്ലെങ്കിൽ ഈ സെക്രട്ടറി, ഈ കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അനധികൃതമായി ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ 5000 രൂപ പിഴ ഈടാക്കുകയും അവർക്ക് ശിക്ഷ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്നും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. സർക്കാർ ഈ 5000 രൂപ പിഴ ഈടാക്കുന്ന കാര്യത്തിൽ സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും നമ്മുടെ പാതയോരങ്ങളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പോൾ ഞാൻ വരുന്ന ആലുവയിൽ നിന്ന് ഈ എടപ്പള്ളി വരെ വരുന്ന, അല്ലെങ്കിൽ വൈറ്റില വരെ വരുമ്പോൾ കളമശ്ശേരി ഭാഗത്ത്, കളമശ്ശേരി അപ്പോളോ ടയേഴ്സിൻ്റെ അടുത്ത് ഫുട്പാത്തിലടക്കം നിരവധി ബോർഡുകൾ ഇപ്പോഴും ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ഏതായാലും കോടതി ഈ 6 വർഷം മുമ്പ് ഇത്തരത്തിൽ ഉത്തരവിട്ടിട്ടും കൃത്യമായി അത് പാലിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇത്തരത്തിൽ ബോർഡുകൾ. ഏതായാലും നമ്മളുടെ റിപ്പോർട്ടർമാർ എല്ലായിടത്തുമുണ്ട്. അവരോട് ചോദിച്ചാൽ കോടതിയുടെ ഉത്തരവിനോടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ശരി, ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി തലസ്ഥാനത്തെ സ്ഥിതി കൂടി പരിശോധിക്കുകയാണ്. ബിനിൽ ലീല സാബു ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ബിനിൽ, ഇപ്പോൾ ഷബന പറഞ്ഞതുപോലെ തന്നെ കോടതി ഉത്തരവ് വന്നിട്ട് ഇത്രയും കാലങ്ങൾ പിന്നിടുമ്പോഴും ഇതിൽ കൃത്യമായ നടപടികൾ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. എത്രത്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു കാഴ്ച? ഇനി ഏകദേശം 9 ദിവസം കൂടിയാണ് അവസാനിക്കുന്നത് ഈ കോടതി ഉത്തരവ് പ്രകാരം നടപടികൾ നടക്കാൻ വേണ്ടിയിട്ട്. എത്തരത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? നിലവിൽ ഈ ഫ്ലെക്സ് ബോർഡ് മാറ്റുന്ന നടപടി നഗരസഭ നടത്തുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റി തുടങ്ങിയിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈസ്റ്റ് ഫോർട്ടിലാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ് ഈസ്റ്റ് ഫോർട്ട്. ഈസ്റ്റ് ഫോർട്ടിൽ KSRTC സ്റ്റാൻഡുണ്ട്. അതിനൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് ബസ്സുകൾക്ക് നിൽക്കുന്ന ഇടമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ക്യാമറ രതീഷ് കട്ടേല ആ ദൃശ്യങ്ങൾ കാണിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇരിക്കുന്നത് ഈ വഴിയോരത്ത് ഈ വേലിയിട്ട്
കമ്പിവേലിയുണ്ട്. ആ കമ്പിവേലിയുടെ അരികിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇരിക്കുന്നത്. നിരന്തരമായി ഈ സമീപപ്രദേശങ്ങളിലൊക്കെ ഈ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവഴി ആളുകൾ കടന്നു പോകുമ്പോൾ അവരുടെ കാഴ്ച മറയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കുന്നു. ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭയുടേതാണ്. UN ഹാബിറ്റാറ്റിന്റെ ഷാങ്ഹായ് പുരസ്കാരം നേടിയതിന്റെ ഒരു ഫ്ലെക്സ് ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഇതൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നപ്പോൾ ഇതിൽ കൂടുതൽ ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി തുടങ്ങി. ഇനിയും മാറ്റുമെന്നാണ് നഗരസഭ അറിയിക്കുന്നത്. പക്ഷേ ഇത് വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഇത് നടപ്പാതയാണ്. ഇതുവഴി ആളുകൾ കടന്നു പോകുന്നതാണ്. തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡാണ്. അവിടേക്ക് ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്. അതായത് ഈ കമ്പിവേലിയുടെ അറ്റത്തുള്ള, അതായത് ആളുകൾക്ക് നടന്നു പോകാൻ ഇടമുള്ള ആ പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആളുകളുടെ കാഴ്ച മറക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, ഈസ്റ്റ് ഫോർട്ട് വലിയ അപകടം നടക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യന്തം ശ്രദ്ധ വേണ്ട ഇടമാണ്. പക്ഷേ അവിടെ പോലും ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നേരത്തെ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം, ഇത് ഈ കമ്പിവേലിയെങ്കിലും ആളുകൾ നടന്നു പോകുന്ന വഴിയോരത്തെ ഈ കമ്പിവേലിയെങ്കിലും ഒഴിവാക്കിക്കൂടെ എന്ന ചോദ്യം പോലും ഹൈക്കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അതുപോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വഴിയോര കച്ചവടക്കാരുണ്ട്. അവർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നതാലും ഇത് മാറ്റുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റൊന്ന് സെക്രട്ടേറിയറ്റ് ആണ്. ഏറ്റവും കൂടുതൽ സമരങ്ങൾ വരുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഒരാഴ്ച മുമ്പ് നമ്മൾ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഫ്ലെക്സ് ബോർഡുകൾ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും അവിടെ തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ഒഴിവാക്കും എന്ന് തന്നെയാണ് നഗരസഭ വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി നമ്മൾ വരുമ്പോൾ കൂടുതലുണ്ടായിരുന്നു. നഗരസഭ അധികൃതർ ഇവിടെ എത്തി പലയിടങ്ങളിലും നഗരത്തിന്റെ പല മേഖലകളിലുള്ള അനധികൃതമായ ഫ്ലെക്സുകൾ ഒഴിവാക്കുന്നുണ്ട്. ആ നടപടി ഇനിയും തുടരുമെന്നാണ് നഗരസഭ അറിയിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നു. നഗരസഭ കാര്യക്ഷമമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും തന്നെ പോസ്റ്ററുകൾ ഈ ഘട്ടത്തിലില്ല. അതൊക്കെ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ബിനിൽ ലീല സാബു വ്യക്തമാക്കിയത്. ഇനി ഹൈക്കോടതി കൂടി പ്രവർത്തിക്കുന്ന കൊച്ചിയിലെ സാഹചര്യം പരിശോധിക്കാം. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഫെബ്രുവരിയിൽ യോഗം നടത്തുമെന്ന് കൊച്ചി മേയർ അറിയിച്ചു. നഗരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് തുടരുകയാണെന്നും മേയർ എം അനിൽകുമാർ പറഞ്ഞു. ഫ്ലെക്സ് ബോർഡുകൾ, വഴിയരികിലുള്ള ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും മാറ്റണം എന്ന് നിരന്തരമായി നമ്മുടെ ഹൈക്കോടതി ആവശ്യപ്പെടുന്നുണ്ട്. പൊതുവിൽ അത്തരം കാര്യങ്ങളോട് യോജിക്കുകയും അപകടകരമായ നിലയിൽ വരുമ്പോൾ അത് മാറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായി ഇത്തരം ഒരു കാര്യത്തിൽ ഒരു ഫെബ്രുവരി മാസത്തിലെങ്കിലും ഒരു ആലോചന, മാർച്ചിലെ നമ്മുടെ ഈ പ്രോജക്റ്റുകളുടെ ഒരു നല്ല പൂർത്തീകരണത്തിന് തൊട്ടു മുമ്പ് നടത്തണമെന്ന് ആലോചിച്ചു വെച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി കോടതി ഉത്തരവ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ജനാധിപത്യപരമായി ആലോചിക്കാം. ബാക്കി ഹൈക്കോടതിയുടെ ഉത്തരവുകൾ സ്വാഭാവികമായും നഗരസഭാ സെക്രട്ടറി നടപ്പിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ കൂടിച്ചേരുകയാണ് വിശദാംശങ്ങളുമായി. കൃഷ്ണപ്രിയ, ഈ കൊച്ചിയിൽ ഈ ഫ്ലക്സ് ബോർഡുകളും തോരണങ്ങളും ഒക്കെ മാറ്റുന്ന നടപടികൾ വലിയ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇതിന് സംഘം ചേർന്ന് ഇത്തരത്തിൽ ഈ ബോർഡുകൾ നീക്കാനുള്ള സഹായം തേടാം, എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ പോലീസിന്റെ സഹായം തേടാം എന്നുള്ളതടക്കം ഈ കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് കൊച്ചിയിലെ ഒരു സാഹചര്യം? ആതിര സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കൊച്ചി കോർപ്പറേഷൻ എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ അതിവേഗമാണ് നഗരത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ടൗൺ പരിസരത്തൂടെയൊക്കെ പോകുമ്പോൾ ഈ ഫുട്പാത്തിലും അതുപോലെ തന്നെ പാതയോരങ്ങളിലെല്ലാം വലിയ തോതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള
ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഒരു നിർദ്ദേശത്തിന് പിന്നാലെ നമ്മൾ നഗരത്തിലെല്ലാം പോയി നോക്കിയപ്പോൾ, അതായത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ പോയി നോക്കിയപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഒന്നും കാണുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോർപ്പറേഷനെ സമീപിച്ചപ്പോൾ അവരുടെ വ്യക്തമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നു. 6 സോണുകളായി തിരിഞ്ഞ്, കൊച്ചി കോർപ്പറേഷനിൽ തന്നെ 6 സോണുകളായി തിരിഞ്ഞ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം, ഇവരെ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഈ ഫ്ലെക്സ് ബോർഡുകൾ എവിടെയെല്ലാം ഉണ്ട്, അനധികൃതമായി വെച്ചിരിക്കുന്നത് എവിടെയെല്ലാം ഉണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിച്ച് അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അത് രാത്രികാലങ്ങളിലാവട്ടെ പകൽ സമയങ്ങളിലാവട്ടെ ഈ സംഘങ്ങൾ 6 സംഘങ്ങൾ തിരിഞ്ഞ് ഇത്തരത്തിൽ കൃത്യമായി അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് ഉന്നത തലത്തിൽ മോണിറ്റർ ചെയ്യാൻ ഒരു റവന്യൂ ഓഫീസറെ കൂടി ഇവർ വെച്ചിട്ടുണ്ട്. തുടർന്ന് ഇത് ആരോഗ്യ വിഭാഗം ജീവനക്കാരെ അറിയിക്കുന്നു. അവർ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നു. ഈ ഒരു വിഷയത്തിൽ ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സംരക്ഷിക്കുന്നതിനടക്കം പോലീസിൻ്റെ സഹായം കൊച്ചി കോർപ്പറേഷൻ തേടിയിട്ടുണ്ട്. നേരത്തെ ഷബ്ന സിയാദ് പറഞ്ഞു വെച്ചതുപോലെ ഒരു ഫ്ലെക്സ് ബോർഡിന് 5000 രൂപ നിരക്കിൽ പിഴ ഈടാക്കാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കൊച്ചി കോർപ്പറേഷനിൽ നിന്നും മാറി തൊട്ടപ്പുറത്തേക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഉണ്ട്, അങ്ങനെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് നിരവധി ഫ്ലെക്സ് ബോർഡുകൾ, ഈ ഒരു ട്രാൻസ്ഫോമറിനോട് ചേർന്ന് തന്നെ നിരവധി ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാം. ഒരു അപകടം സംഭവിച്ചാൽ, ട്രാൻസ്ഫോമറാണ്, വൈദ്യുതി കടന്നു പോകുന്ന ഒന്നാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ കൂടിയും ഇതിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഒരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു, അതുപോലെ മറ്റ് പരസ്യങ്ങളുടെ ബാനറുകളുണ്ട്, ചിത്രങ്ങളുടെ, സിനിമ പ്രദർശനങ്ങളുടെ സംബന്ധിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്. അങ്ങനെ നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഈ കൊച്ചി കോർപ്പറേഷൻ പരിധിക്ക് ശേഷം കളമശ്ശേരിയിലാവട്ടെ ആലുവയിലാവട്ടെ എങ്ങോട്ടെല്ലാം നിരവധി ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് കാണാനായി സാധിക്കും. പാതയോരങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടങ്ങളിൽ എത്രത്തോളം ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. ഏതായാലും കൊച്ചി കോർപ്പറേഷൻ, ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന കൊച്ചി കോർപ്പറേഷൻ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് വരുന്നതായാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കോർപ്പറേഷൻ പരിധിക്ക് ചുറ്റുമുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ കാര്യങ്ങൾ അത് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായതാണ്. കൃത്യമായി അതിലൊരു നടപടികൾ എടുക്കുന്നില്ല. ഇനിയും ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഒരു ഫ്ലെക്സിന് 5000 രൂപ നിരക്കിലടക്കം ഇതിന് പിഴ ഈടാക്കാം. അതിൻ്റെ മറ്റ് പ്രോസിക്യൂഷൻ നടപടികളിലേക്കൊക്കെ കടക്കാവുന്ന സാഹചര്യമാണ്. എങ്കിൽ കൂടിയും അതിലൊന്നും ഈ നഗരസഭകളോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളോ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ കൃഷ്ണപ്രിയ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിലെ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിൽ ഈ നടപടികൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റിടങ്ങളിൽ അതത്ര കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണപ്രിയ നിൽക്കുന്ന സ്ഥലമടക്കം അതിന് ഉദാഹരണവുമാണ്. കൃഷ്ണപ്രിയ, ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ മീറ്റിംഗ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് എന്നുള്ളത് പറയുന്നു ഫെബ്രുവരിയിൽ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇനി 9 ദിവസമാണ് ഈ നടപടിക്ക് ബാക്കി നിൽക്കുന്നത്. ഈ 9 ദിവസത്തിനകം തന്നെ ഇത് മാറ്റണമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ. അതുപോലെ തന്നെ കോടതി വ്യക്തമായി പറയുന്നുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ തത്വശാസ്ത്രമാണ്, എന്നാൽ അവർ തന്നെ അത് ലംഘിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അവിടെ ചർച്ചയാവുക? എന്താണ് ഈ മീറ്റിംഗിൻ്റെ ഉദ്ദേശം? തീർച്ചയായും ആതിര, ഈ കൊച്ചി കോർപ്പറേഷൻ മാലിന്യ കേരളം ശുചിത്വ കേരളം പദ്ധതി അതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ജില്ലാ നേതാക്കളുടെ, പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കളുടെ യോഗം ഫെബ്രുവരിയിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ഒരു യോഗത്തിൽ ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ യോഗത്തിന് കൃത്യമായ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ, പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ അവ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ഇപ്പോൾ കോർപ്പറേഷൻ്റെ പരിധിയിൽ തന്നെ നിരവധി CPMൻ്റെയൊക്കെ ഏരിയ സമ്മേളനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾക്കാവുമ്പോൾ അവർക്ക് കൂടുതൽ പരസ്യങ്ങൾ ആവശ്യമാണ്, അത്തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ കൃത്യമായി നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് അവർക്കൊരു അവബോധം നൽകുക, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് അവരോടുകൂടി സംസാരിച്ച് ഇതിൽ കൃത്യമായ ഒരു നടപടി എടുക്കാൻ തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഫെബ്രുവരിയിൽ നടക്കുന്ന യോഗം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരിയിൽ ഈ യോഗം നടക്കുമെന്നാണ്. ചിലപ്പോൾ ജനുവരിയിലേക്ക് തന്നെ അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി കൊച്ചി മേയർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ മാലിന്യമുക്ത
കൊച്ചി കോർപ്പറേഷൻ എന്ന ഒരു ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ പാതയോരത്ത് നിന്ന് എല്ലാം മാറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അത് ആ സമ്മേളനങ്ങൾ തീരുന്ന മുറയ്ക്ക് തന്നെ അന്നന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് കൊടുത്തതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവ്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചത്. ഏതായാലും ഫെബ്രുവരിയിലെ മീറ്റിംഗിൽ എന്തൊക്കെ തരം കാര്യങ്ങൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ കൊച്ചിയിലും ഇത്തരത്തിൽ ഈ കോർപ്പറേഷൻ പരിധിയിൽ എന്തായാലും കാര്യക്ഷമമായി തന്നെ ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാക്കിയുള്ള സോണുകളായി തിരിച്ചുള്ള നടപടിയൊക്കെ ആയിരുന്നു കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിലും ഇത്തരത്തിൽ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വരും ദിവസങ്ങളിൽ കരുതുന്നത്. കൃഷ്ണപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ പലപ്പോഴും പ്രതിഷേധമുണ്ടാകുന്നുവെന്ന പരാതിയാണ് നഗരസഭയ്ക്കുള്ളത്. ഉദ്യോഗസ്ഥർ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പാർട്ടിക്കാരുടെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റാൻ ശ്രമിച്ചാൽ തർക്കമുണ്ടാകുന്നുവെന്നും തൃശ്ശൂർ ഡെപ്യൂട്ടി മേയർ PL റോസി പറയുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ച് തീരുമാനിച്ചാലും തൃശ്ശൂർ കോർപ്പറേഷനിൽ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമോ എന്നറിയില്ലെന്നും നഗരസഭാ ഡെപ്യൂട്ടി മേയർ പറയുന്നു. എന്തുകൊണ്ടോ പാർട്ടിക്കാരുടെ ഫ്ലക്സ് ബോർഡുകൾ എടുക്കാൻ പോയാൽ തർക്കമായി. ഞങ്ങൾ എന്തുകൊണ്ട് അവിടെ നീക്കം ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞല്ലാതെ നീക്കം ചെയ്തത് എന്തുകൊണ്ടാണ്? പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്വരാജ് റൗണ്ട് മുഴുവൻ ഫ്ലക്സ് അലങ്കൃതമായ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ഡെപ്യൂട്ടി മേയറായി ഞാൻ പറയുക. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് അവർക്ക് തടസ്സം നിൽക്കുന്ന ബോർഡുകൾ മാറ്റാൻ കക്ഷിക്കാരുടെ വളരെയധികം മുന്നോട്ടുള്ള പ്രവണതയുണ്ട്. അത് മാറ്റരുത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു ഫ്ലക്സ് ബോർഡ് വയ്ക്കും. പക്ഷേ ഇത് കോടതി നിയമത്തെ മറികടന്ന് ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ ബോർഡുകളും രാഷ്ട്രീയ പാർട്ടി ആയാലും മറ്റ് പരസ്യ ബോർഡായാലും കേരളോത്സവമായാലും മറ്റെന്ത് സംവിധാനങ്ങളുണ്ടായാലും ബോർഡുകളൊക്കെ അയച്ച് മാറ്റേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ലെവൻ കെ വിജയൻ കൂടി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. ലെവൻ, നമുക്കറിയാവുന്നതുപോലെ ഈ നിയമം ലംഘിച്ച് ഈ പറയുന്നത് പോലെ മതസ്ഥാപനങ്ങളുടെ സിനിമാ പോസ്റ്ററുകൾ ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയും ഒട്ടും പുറകോട്ടല്ലാതെ തന്നെയുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഹൈക്കോടതി ഉത്തരവിനോട് ഈ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതികരണം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ നടപടികൾ ആരംഭിച്ചോ? അതിര തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങളിലൊന്നാണ്. അത്തരത്തിലുള്ള ഒരു നഗരം കൂടിയാണ് തൃശ്ശൂരിൽ. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് ബോർഡുകൾക്ക് യാതൊരു കുറവുമില്ല. ദിവസേന 100 കണക്കിന് ഫ്ലക്സ് ബോർഡുകളാണ് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. അത് സംബന്ധിച്ച് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ PL റോസി തന്നെ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഈ കാട്ടിത്തരുന്ന ദൃശ്യം അനധികൃതമായി ഈ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂർ നഗരത്തിൽ ഈ കോടതി ഉത്തരവുണ്ടായി 2 ദിവസം പിന്നിടുമ്പോഴും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നഗരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട സ്ഥലമാണ് സ്വരാജ് റൗണ്ട്. നഗരത്തെ ചുറ്റി വളഞ്ഞുകൊണ്ടുള്ള ഈ സ്വരാജ് റൗണ്ടിൽ 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 5 കിലോമീറ്ററിൽ എവിടെയും നമുക്ക് പോയാൽ കാണാൻ പറ്റും അനധികൃതമായ ഫ്ലക്സ് ബോർഡുകൾ. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലക്സ് ബോർഡ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ തന്നെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ളതാണ്. മേയർ MK വർഗീസിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ്. കേരളോത്സവത്തിൻ്റെയും CPM ഏരിയ സമ്മേളനത്തിൻ്റെയും ഫെസ്റ്റോ മാർച്ച് ധർണയുടെയും അടക്കമുള്ള ഫ്ലക്സ് ബോർഡുകൾ ചില ഉദാഹരണങ്ങൾ മാത്രമല്ല ഈ നഗരത്തിലെമ്പാടും ഈ സ്വരാജ് റൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയാലും നഗരത്തിലെമ്പാടും അനധികൃതമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് കാണാനാവും. ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥലത്തില്ല, പക്ഷേ ഡെപ്യൂട്ടി മേയർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. ഈ പാർട്ടിക്കാരുടെ ഫ്ലക്സ് ബോർഡുകൾ തന്നെ എടുത്തു മാറ്റുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ കാര്യം. എപ്പോഴും ഇത് സംബന്ധിച്ച് തർക്കമുണ്ടാകും. ഈ മേയറുടേതടക്കമുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ നഗരത്തിലെമ്പാടും സ്ഥാപിച്ചിട്ടുണ്ട്. മേയറടക്കം സ്വയം പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തു മാറ്റുക എന്നുള്ളത് ഒരു കൂട്ടായ യോജിച്ച തീരുമാനമുണ്ടായാലും പ്രയാസകരമാകും തൃശ്ശൂരിൽ നടപ്പിലാക്കാൻ എന്നുള്ളത് അവർ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കോടതി ഉത്തരവാണ്, അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള നടപടികൾ നഗരസഭ നേരത്തെ ആരംഭിച്ചു എന്നുള്ളതും ഡെപ്യൂട്ടി മേയർ തന്നെ വ്യക്തമാക്കുന്നു. നഗരത്തിൽ 55 ഡിവിഷനുകളിലെ 5 സോണുകൾ തിരിച്ചുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് ചുമതല നൽകിക്കൊണ്ടാണ് ഇതിനോടകമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് സെക്രട്ടറി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോടതി ഉത്തരവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക യോഗം ചേർന്ന് മേയറുടെ അധ്യക്ഷതയിലടക്കം യോഗം ചേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. 5 സോണുകളായി തിരിച്ച് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി എല്ലാ ഡിവിഷനുകളിലും എത്തി ഇത്തരത്തിൽ
അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ചുമതലകൾ നൽകി. ഇതിനോടകം തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 300-ലധികം ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റാനായി എന്നും പറയുന്നു. 1000 മുതൽ 5000 രൂപ വരെ പല സ്ഥലങ്ങളിലും പിഴയടപ്പിക്കാൻ, പല ആളുകളെയും പിഴയടപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഡെപ്യൂട്ടി മേയറും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള ആളുകളും ഒക്കെ പറയുമ്പോഴും ഓരോ ദിവസവും ദിനംപ്രതി ഈ ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണം പ്രത്യേകിച്ച് ഇരട്ടിയാവുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം, ഒരു CPM-ൻ്റെയൊക്കെ ഒരു സമ്മേളന കാലമാണ്. അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് അടക്കം കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലടക്കം ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഓരോ ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും അടക്കം മതസ്ഥാപനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ ഈ നഗരത്തിലെമ്പാടും കാണാനാകും. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകും നഗരസഭയ്ക്കും മറ്റധികാരികൾക്കും എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ആതിര, ശരി, ലെവിൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി 10 ദിവസമാണ് അവശേഷിക്കുന്നത്. ഈ 10 ദിവസം കൊണ്ട് എത്രത്തോളം കാര്യക്ഷമമായി നഗരസഭയും അധികൃതരും ഇടപെടും ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും നമ്മൾ നോക്കിക്കാണുന്നത്. ഇനി കണ്ണൂരിലേക്കാണ്. കണ്ണൂർ നഗരത്തിൽ പൊതു ഇടങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണം കുറവാണെങ്കിലും ബസ് സ്റ്റോപ്പുകളിൽ ഉൾപ്പെടെ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ച കൂറ്റൻ ഹോർഡിങ്ങുകൾ അപകട ഭീഷണിയാകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് നിഖിൽ അളവൂർ കൂടി ചേരുകയാണ്. നിഖിൽ, കണ്ണൂരിൽ നിന്നുള്ള ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? ഈ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്സുകളും ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ടോ? ഇതിനോടൊക്കെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളാണെങ്കിലും ഒക്കെ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആതിര, രാഷ്ട്രീയ പാർട്ടികളുടേത് തന്നെയാണ് പ്രധാനമായും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറ്. പക്ഷേ ഈ അടുത്ത കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ അതിന് കുറവ് വന്നിട്ടുണ്ട്. അത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നില്ല എന്നല്ല, സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ അതാത് പരിപാടികൾ കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി നീക്കം ചെയ്യുന്ന ഒരു സമീപനം കണ്ണൂരിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോഴും കണ്ണൂരിൽ ഈ ഫ്ലെക്സ് ബോർഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം പൂർണ്ണമായി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയം കോർണർ പരിസരത്താണ്. കോടതിക്ക് തൊട്ട് മുന്നിലാണ്. അവിടെയുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കണ്ണൂർ ആശുപത്രി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ വന്ന് നിർത്തുന്ന ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പിലാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉള്ളത്. ഒരുപക്ഷെ നമുക്ക് ഒരു കാഴ്ച കൂടി കാണാം. ഈ സ്റ്റേഡിയം കോർണറിലെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന 2 ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് കാണാം. ഇത്തരത്തിൽ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന ആ ഒരു സമീപനം പലയിടങ്ങളിലുമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാകുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിലാണ്. കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ പലപ്പോഴും ഈ ഉപവാസ സമരങ്ങൾ, ധർണകൾ ഇതെല്ലാം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ ആ ഫുട്പാത്ത് വഴി ആളുകൾ നടന്നു പോകുന്നതിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്ഥാപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ചതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ബോർഡുകൾ പലതും അവിടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഈ ഫുട്പാത്തിൽ ആളുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ അതാത് പരിപാടികൾ കഴിഞ്ഞ ഉടൻ തന്നെ എടുത്തു മാറ്റുക എന്ന ഒരു നല്ല രീതി വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തുടങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാഴ്ച കൂടി നമുക്ക് ഈ കോടതിയുടെ തൊട്ട് മുന്നിൽ നിന്ന് കാണാനാവും. ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത് നമുക്ക് കാണാം കണ്ണൂർ കോടതിക്ക് മുന്നിലെ ഹോൺ മുഴക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള സൈൻ ബോർഡാണ്. ഇത്തരത്തിൽ സൈൻ ബോർഡുകൾ മറച്ചുൾപ്പെടെ നഗരത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഫ്ലെക്സുകൾ സ്ഥാപിച്ച ഒരു രീതിയുണ്ട്. അതിനൊപ്പം ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങൾക്ക് മുകളിൽ കൂറ്റൻ ഹോർഡിങ്ങുകൾ, അത് ഇരുമ്പ് ഫ്രെയിം അടിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ച കൂറ്റൻ ഹോർഡിങ്ങുകളുണ്ട്. അവ പലതും വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാവുന്നുണ്ട്. ചെറിയ കാറ്റടിച്ചാൽ ശരി, എന്തായാലും കോഴിക്കോട് നിഖിൽ നിൽക്കുന്ന സ്ഥലത്തെ, കണ്ണൂർ നിഖിൽ നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ തന്നെ എടുത്താൽ അവിടെ നിരവധി ഫ്ലെക്സ് ബോർഡുകൾ അത് അപകടകരമായ വിധത്തിലും ഒപ്പം സൈൻ ബോർഡുകൾ അടക്കം മറച്ചുള്ള തരത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വളരെ ചുരുങ്ങിയ ദിവസമാണ് ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നഗരസഭ എത്തരത്തിൽ ആയിരിക്കും നഗരസഭയുടെ ഇടപെടൽ എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്ക് കൂടി പോവുകയാണ്. വ്യാപകമല്ലെങ്കിലും കോഴിക്കോട് നഗരത്തിലും വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വഴിയോരത്തും നടപ്പാതയോട് ചേർന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. മാനാഞ്ചിറ സ്ക്വയറിന് സമീപത്ത് നിന്നാണ് ആഷിഖ് റഹ്മാൻ ചേരുന്നത്. ആഷിഖ്, കോഴിക്കോടത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ദിവസമാണ് ബാക്കിയുള്ളത്. നടപടിക്രമങ്ങൾ എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ നീക്കി തുടങ്ങിയോ?
ആതിര, ഫ്ലെക്സ് ബോർഡുകൾ ഒരുപാട് കോഴിക്കോട് ടൗണിൽ നീക്കം ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നോക്കുന്ന സമയത്ത് വളരെ കുറവാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഫ്ലെക്സുകൾ ഉള്ളത്. നമ്മളിപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഡോക്ടർ ജയശ്രീയോട് സംസാരിച്ചു. അവർ പറഞ്ഞത് 2 ദിവസം കൊണ്ട് 500ഓളം ഫ്ലെക്സുകളാണ് കോഴിക്കോട് നഗരത്തിൽ നീക്കം ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലമാണ്. മാനാഞ്ചിറ സ്ക്വയറിന് സമീപമുള്ള ബാങ്ക് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു ഫ്ലെക്സിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ക്യാമറ നേരെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സുകളുടെ ഒരു കൂറ്റൻ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. 1 അല്ല 2 അല്ല 3 അല്ല 9ഓളം ഫ്ലെക്സ് ബോർഡുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കോർപ്പറേഷൻ വിഭാഗം വന്ന ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നുണ്ട്. നമ്മൾ അല്പം മുമ്പ് കോർപ്പറേഷൻ കൗൺസിലറോട്, അതായത് ആരോഗ്യ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജയശ്വരോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അല്പസമയത്തിനകം ഇത് നീക്കം ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതിന് പിന്നാലെ തന്നെ കോർപ്പറേഷൻ്റെ ജീവനക്കാരെത്തി ഇവിടെ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1 2 അല്ല 9ഓളം ഫ്ലെക്സുകളാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിയോര കേന്ദ്രത്തിന് സമീപത്തായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വി.ഡി. സതീശൻ്റെ കഴിഞ്ഞ ദിവസം 3-ാം തീയതി നടന്ന പരിപാടികളുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ പരിപാടിയുടെ ഫ്ലെക്സ് ഉണ്ട്. വിവിധ സംഘടനകളുടെ ഇത് ഒരു ഗൾഫ് ഇന്ത്യൻ എക്സ്പോ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിങ്ങിനാണ്. ഇങ്ങനെ വിവിധ കമ്പനികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അമ്പലങ്ങളുടെ അടക്കം വിവിധ ഫ്ലെക്സുകൾ ഇവിടെ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് കോഴിക്കോട് നഗരത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലെക്സുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം കൊണ്ട് 500ഓളം ഫ്ലെക്സുകൾ നീക്കം ചെയ്തു എന്നാണ് അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാലും ചില രീതിയിൽ അവർക്ക് നടപടിയെടുക്കുന്ന ചില ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നടക്കം ചില ഭീഷണികൾ അവർക്ക് നേരിടുന്നുണ്ട്. കാരണം ഇവരെല്ലാം കോർപ്പറേഷൻ്റെ പലരും താൽക്കാലിക ജീവനക്കാരോ മറ്റുമാണ്. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം ഫ്ലെക്സുകൾ നീക്കം ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം അവരെല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമോ അല്ലെങ്കിൽ അടുത്ത ഭരണം വരുന്നത് മൂലം എന്തെങ്കിലും ജോലിക്ക് പ്രശ്നം ഉണ്ടാകും എന്നെല്ലാം ഭയപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയോ വലിയ സംഘടനകളുടെയോ ഒന്നും ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ അവരാരും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിന്ന് പ്രധാനപ്പെട്ട മാനാഞ്ചിറ സ്ക്വയറിന് സമീപമുള്ള ബാങ്ക് റോഡിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ്. എന്തായാലും കോഴിക്കോട് രാവിലെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ. ഇനി കൊല്ലത്തേക്കാണ്. ഹൈക്കോടതി നിർദ്ദേശം മാത്രമല്ല, നേരിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടപടിയെടുത്ത കോർപ്പറേഷൻ കൂടിയാണ് കൊല്ലം. പിന്നാലെ കൊല്ലം നഗരത്തിലെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം നീക്കം ചെയ്ത ഹൈക്കോടതിക്ക് കോർപ്പറേഷൻ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. നഗരത്തിൽ കാഴ്ച മറയ്ക്കും വിധമുള്ള ഒരു ബോർഡുകളും നിലവിലില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളാണെങ്കിലും മുഖം നോക്കാതെ നടപടി എന്നാണ് കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളിലും മറ്റ് യുവജന സംഘടനകളുടെ നേതാക്കളിലും സാമൂഹ്യ പ്രവർത്തകരുടെ നേതാക്കളിലും മനോഭാവങ്ങളിൽ മാറ്റം വന്നാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ. കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗവും പൊതുമരാമത്തും കൂടി സംയുക്തമായി അതിന് തയ്യാറായും വരുമ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുവാനും അവരെ മറ്റ് രീതിയിൽ ഭീഷണിപ്പെടുത്തുവാനുമാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് തുടർന്നും കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ കാഴ്ചയ്ക്ക് മറവുണ്ടാകുന്ന രീതിയിൽ ബോർഡുകൾ വെക്കുന്നതിനെ കർശനമായി നിയന്ത്രിക്കുകയും അത് വെച്ചാൽ ഉടൻ തന്നെ എടുക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഈ കൊല്ലം സിറ്റി വന്ന് നോക്കിയ ബോർഡുകളൊന്നും കാണുന്നില്ല. അല്ല, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഉടനടി എടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ആരെന്നില്ല. കോർപ്പറേഷൻ്റെ മേയറുടെ പടം ഉള്ളതായാലും എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, ഈ കൊല്ലത്ത് നേരിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടപടിയെടുത്തതിൻ്റെ ഒരു വലിയ ആവേശവും അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഷമീർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് സാഹചര്യം? ആതിര, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കായിട്ട് കൊല്ലത്തെത്തിയതാണ്. കൊല്ലം ജില്ലാ കോടതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് പുറകെ കാണുന്ന ഈ റെസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചത്. റെസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോൾ തന്നെ ഈ റെസ്റ്റ് ഹൗസിന് നമുക്ക് മുൻവശം കാണാം. ഈ റെസ്റ്റ് ഹൗസിൻ്റെ മുൻവശത്തുള്ള ബാരിക്കേഡിൽ മുഴുവനും ഫ്ലെക്സ് ബോർഡുകളായിരുന്നു. അദ്ദേഹം ആ റെസ്റ്റ് ഹൗസിലെ മുറിയിലേക്ക് എത്തി ആദ്യം വിശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി സാജുവിനെ അദ്ദേഹം ഫോണിൽ വിളിച്ച് അടിയന്തരമായി റെസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹം റെസ്റ്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ നഗരത്തിലുള്ള മുഴുവൻ ബോർഡുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അതായത് കോർപ്പറേഷൻ സെക്രട്ടറി തിരിച്ചു പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ ഈ ബോർഡ് നീക്കം ചെയ്യാമെന്നാണ്. പക്ഷേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ
1 മണിക്കൂർ മാത്രമാണ് സമയം നൽകിയത്. 1 മണിക്കൂറിനുള്ളിൽ ഈ കൊല്ലം സിറ്റിയിലെ ബോർഡുകൾ മുഴുവൻ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം കർശന നിലപാടെടുത്തു. ആ നിമിഷം തന്നെ കോർപ്പറേഷനിലെ എല്ലാ വാഹനങ്ങളും എത്തി ഇവിടെയുള്ള മുഴുവൻ ബോർഡുകളും നീക്കം ചെയ്ത ശേഷം മാത്രമാണ് അദ്ദേഹം ഇവിടെ നിന്ന് ജസ്റ്റിസ് ദേവർ രാമചന്ദ്രൻ ഇവിടെ നിന്ന് മടങ്ങിയത്. ഇതിന് ശേഷമാണ് ഹൈക്കോടതിയിലെത്തിയ ശേഷം അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. അതായത് എല്ലാ കോർപ്പറേഷനും 9-ാം തീയതിക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ബോർഡുകൾ നീക്കം ചെയ്യണമെന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ തന്നെ കൊല്ലം കോർപ്പറേഷനിലെത്തി അദ്ദേഹം വടിയെടുത്തതോടുകൂടിയാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായും ഇവിടുന്ന് നീക്കം ചെയ്തത്. നമുക്ക് കാണാം, ഇവിടെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും സംഘടനകളുടെ ഒന്നും തന്നെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ നിന്നുള്ള എല്ലാ ബോർഡുകളും വെക്കുന്ന അതേ നിമിഷം തന്നെ ബോർഡുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആതിര, ശരി, എന്തായാലും കൊല്ലത്ത് ഇത്തരത്തിൽ ബോർഡുകളൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം ബോർഡുകൾ വെച്ചാൽ തന്നെ അത് അത്രയും പെട്ടെന്ന് എടുക്കുകയും നഗരസഭ കാര്യക്ഷമമായ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 9 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഉത്തരവിന് 9 ദിവസം കൂടിയാണ് ഇനി ബാക്കി നിൽക്കുന്നത്. യാത്രക്കാരുടെ കാഴ്ച മറച്ച് ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞ എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായും ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ് കോടതി ഉത്തരവ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും സമയം ന്യൂസ് മലയാളം ചർച്ച നടത്തിയത്.